കൈ കാണിച്ചപ്പോൾ ഒരുപാട് ടാറ്റൂസ് കണ്ടു. റെസ്ലസിൻ്റെ പലപ്പോഴും ഉള്ളതാണ് ഈ ടാറ്റൂസ്. ഇപ്പോൾ ഈ ടാറ്റൂസിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിമ്പിൾ വെച്ചിട്ടുള്ള ടാറ്റൂസ് ആണോ? പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, കാരണം ഇതെല്ലാം ട്രൈബൽ ടാറ്റൂസ് ആണ്. കിക്ക് ബോക്സിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2012. മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം സ്പോർട്സ് എന്ന് പറയുന്നത്. ഈ റെസ്ലിംഗിന്റെ ഭാഗം ഒരിക്കലും ബോക്സിംഗ് ആവത്തില്ല. റെസ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ബോഡി ടു ബോഡി കോൺടാക്ട് വരുന്നതാണ്. ബോക്സിംഗും കിക്ക് ബോക്സിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോമ്പാക്ട് സ്പോർട്സിൽ ഫൈറ്റിംഗ് ആണ്. റെസ്ലിംഗ് ഗുസ്തി സെയിം തന്നെയാണ്. ഈ പറയും പോലെ റോക്കും ബാക്കി ഹൾക്ക് ഹോഗൻ എന്നൊക്കെ വരുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്ക് അത് WWE ആസ് എ റെഫറി അല്ലെങ്കിൽ ആസ് എ ജഡ്ജ് എന്നുള്ള നിലയിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് രണ്ട് കണ്ണും എടുത്ത് ആ റിങ്ങിൻ്റെ അകത്ത് വെച്ചാൽ പോലും ചില പഞ്ചസും കിക്സും ഒക്കെ മിസ്സാവും. മേരി കോമിൻ്റെ ഫിലിം ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ആസ് എ റെഫറി ആയിട്ട് പോകുമ്പോഴത്തേക്ക്, ഞാൻ ജഡ്ജായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ കൂടെ വെള്ളം വന്നു. ഡ്രീം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ തട്ടയും മുട്ടയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് വേറെ ഒന്ന്. സാമുറായി സോഡ് എടുത്ത് വെട്ടു എന്ന് പറയും. ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റോപ്പും ഫൈറ്റും പറയാൻ വേണ്ടി. സ്റ്റോപ്പ്. നമസ്കാരം. റിപ്പോർട്ടർ സ്റ്റുഡിയോയിൽ ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഗെയിമിനെ കുറിച്ച് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ വേണ്ട, അല്ലെങ്കിൽ അത്രയും ഏകാഗ്രത വേണ്ട ഒരു ഗെയിമാണ് കിക്ക് ബോക്സിംഗ്. കിക്ക് ബോക്സിംഗിലെ ഇന്ത്യൻ മുൻ കോച്ചും ഇപ്പോൾ ഇന്റർനാഷണൽ റെഫറിയുമായ വിവേക് AS ആണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബോക്സിങ്ങിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് ഈ കിക്ക് ബോക്സിംഗ്, അതിൻ്റെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണ്? കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ബോക്സിങ്ങും അതുപോലെ തന്നെ ബോക്സിങ്ങിലുള്ള പഞ്ചസും അതുപോലെ തന്നെ കരാട്ടയിലൊക്കെ ഉള്ള പോലെ കിക്സും കൂടി ചേർന്നതാണ് കിക്ക് ബോക്സിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മളുടെ ബോക്സിങ്ങിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കിക്ക് ബോക്സിങ്ങിൽ ഐ ഹാൻഡ് ലെഗ് കോർഡിനേഷൻ ആവശ്യമാണ്. സെയിം മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ബാക്കി ബോക്സിങ്ങിലുള്ളത് പോലെ തന്നെയാണ്. നമ്മൾ നോർമലി ബോക്സിംഗിൽ നിന്നും എങ്ങനെയാണ് ഇത് ഡിഫർ ചെയ്യുന്നത്? എന്ത് ഡിഫറൻസ് ആണ് ഇതിനുള്ളത്? കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൈകൊണ്ട് മാത്രം പഞ്ചസ് മാത്രമാണ് ബോക്സിങ്ങിലുള്ളത്. പക്ഷേ കിക്ക് ബോക്സിംഗിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ കിക്സും ഉണ്ട്, കാലുകൊണ്ടുള്ള എല്ലാ ബോഡി പാർട്ടും ഉപയോഗിക്കും. അതെ. അതുപോലെ തന്നെ ബോക്സിംഗിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ ഇവന്റ് ബോക്സിംഗ് എന്ന് പറയുന്ന ഒറ്റ ഇതേ ഉള്ളൂ. കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ 7 ഡിസിപ്ലിൻസ് ഉണ്ട്. അതായത് ഒരു എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു സദ്യ വിളമ്പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ അത് എടുക്കാൻ പറ്റുമല്ലോ. സെയിം അതുപോലെയാണ്. അതായത് കൊച്ചു കുട്ടികൾക്ക് തന്നെ ചിലപ്പം ചില കുട്ടികൾക്ക് ഇടിപേടിയായിരിക്കും, പക്ഷെ അവർക്ക് ഇതേപോലുള്ള ഗെയിം കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പോൾ ഇടി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് വേദന എടുക്കാത്തതും അതുപോലെ തന്നെ ബ്ലീഡിങ്ങോ എന്താ പറയുന്നത് ഒന്നും പൊട്ടലോ ഒന്നും വരാത്തതുമായിട്ടുള്ള ഇവന്റ്സ് ഇതിനുണ്ട്. 7 ഡിസിപ്ലിൻസ് കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് പോയിന്റ് ഫൈറ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ഫൈറ്റ് അതെന്ന് പോയിന്റ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടും. ഉദാഹരണം തൊട്ടുകളി. അതായത് ഒരാള് 2 പേര് നിൽക്കുന്നു, 2 ഒപ്പണൻസ് നിൽക്കുന്നു. ഓക്കെ, റെഫറി ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ആരാണോ ടച്ച് ചെയ്യുന്നത് അവർക്ക് പോയിന്റ് കിട്ടും. ഉടനെ തന്നെ സ്റ്റോപ്പ് പറഞ്ഞിട്ട് പോയിന്റ് ഡിക്ലെയർ ചെയ്യും ഓൺ ദ സ്പോട്ട്. ആദ്യം ആരാണോ തൊടുന്നത്, ഫസ്റ്റ് പഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കിക്ക് ചെയ്യുന്നത് അവർക്ക് പോയിന്റ് കിട്ടുന്നു. ആദ്യം അതെ പോയിന്റ് കിട്ടും. പക്ഷെ അതങ്ങനെ നമ്മൾ വിചാരിക്കും അത് വളരെ ഈസിയാണെന്ന്. പക്ഷെ അത് ഈസി അല്ല. അതിന് നല്ലൊരു അതിനാണ് ടെക്നിക്ക് കൂടുതൽ ആവശ്യം വേണ്ടത്. അതാണ് പോയിന്റ് ഫൈറ്റ്. രണ്ടാമത്തെന്ന് പറയുന്നത് ലൈറ്റ് കോണ്ടാക്ട്. മൂന്നാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പോയിന്റ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹിപ്പിന് മേളിലോട്ടാണ് കിക്ക് ചെയ്യേണ്ടത്. പഞ്ചസ് ബോക്സിംഗ് പഞ്ചസ് ആണ്. അതുപോലെ തന്നെ ലൈറ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഹിപ്പിന് മേളിലോട്ടാണ് കിക്ക് ചെയ്യേണ്ടത്. പഞ്ചസ് ബോക്സിംഗ് പഞ്ചസ്. പോയിന്റ് ഫൈറ്റും ലൈറ്റ് കോണ്ടാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പോയിന്റ് ഫൈറ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് പോയിന്റ് എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. ബട്ട് ലൈറ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 3 റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിന്റ് അറിയാൻ പറ്റുന്നത്. ആ 2 മിനിറ്റിന്റെ ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് ഫുള്ള് മൂവ് ചെയ്ത് കളിച്ചേ പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്കുള്ള ബ്രേക്ക് ഒന്നുമില്ല. അത് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ 1 മിനിറ്റ് ബ്രേക്ക് കിട്ടത്തുള്ളൂ. അത് നോർമലി 2 മിനിറ്റാണ് ഈ റൗണ്ട് വരുന്നത്. അതെ, 2 മിനിറ്റിന്റെ 3 റൗണ്ടാണ്. പക്ഷെ അത്
ചിൽഡ്രൻ 7 വയസ്സ് തൊട്ട് 9 വയസ്സുള്ള കുട്ടികൾ വരുമ്പോഴത്തേക്ക് 1 മിനിറ്റിന്റെ 2 റൗണ്ട് അങ്ങനെ പോകും. അത് നമ്മളുടെ ഏജ് കാറ്റഗറി അനുസരിച്ച് റൗണ്ടിനും ടൈമിങ്ങിനും വ്യത്യാസം വരും. അടുത്ത മൂന്നാമത്തത് വരുന്നത് കിക്ക് ലൈറ്റ് ആണ്. അത് കാൽമുട്ടിന് മേളിലോട്ടാണ് കിക്ക് ചെയ്യേണ്ടത്. പഞ്ചസ് ബോക്സിംഗ് പഞ്ചസ് ആണ്. ഇതിൻ്റെയൊക്കെ ഡ്രസ് കോഡിനും വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞ പോയിന്റ് ഫൈറ്റും ലൈറ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ലോങ് പാൻറ്റും നമ്മളുടെ ടീഷർട്ടുമാണ് യൂസ് ചെയ്യുന്നത്. കിക്ക് ലൈറ്റ് വരുമ്പോഴത്തേക്ക് ഷോർട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഹാഫ് സ്ലീവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് സെയിം ബോക്സിംഗ് പഞ്ചസും കിക്സും ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത എന്ന് പറയുമ്പോൾ ഫോംസ് ആണ്. ഫോംസിൽ തന്നെ രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മ്യൂസിക്കൽ ഫോം എന്നും ക്രിയേറ്റീവ് ഫോം എന്നും. മ്യൂസിക്കൽ ഫോം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫോംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ കരാട്ടയിലൊക്കെ കത്താസ് കണ്ടിട്ടുണ്ട്. നമ്മളുടെ കളരിപ്പയറ്റില് അവരുടെ ചുവടുകൾ, അതുപോലെ തന്നെ നമ്മളുടെ നഞ്ചക്ക്, സ്റ്റിക്ക്, സ്വാഡ് ഒക്കെ വെച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ പെർഫോമൻസ് വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് കിക്ക് ബോക്സിംഗിലും ചെയ്യാൻ പറ്റും. അതാണ് മ്യൂസിക്കൽ ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് വിത്ത് മ്യൂസിക് നമ്മളൊരു ആർട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് എതിരാളികളില്ല, സ്വയം നമ്മളുടെ പെർഫോമൻസ്, നമ്മളുടെ ബാലൻസിങ്, അതെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, അതെ മ്യൂസിക്കൽ അനുസരിച്ച് വിത്തൗട്ട് മ്യൂസിക് ചെയ്യുന്നതാണ് ക്രിയേറ്റീവ് ഫോം. അത് വിത്ത് വെപ്പണും ഉണ്ട്, വിത്തൗട്ട് വെപ്പണും ഉണ്ട്, ഗ്രൂപ്പ് ആയിട്ടും ചെയ്യുന്നതാണ്. ഇത്രയും വരുന്നത് തട്ടമി മാറ്റിലാണ്. ഇനി അടുത്ത 3 വരുന്നത് റിങ്ങിന്റെ അകത്താണ്. ബോക്സിംഗ് റിങ്, പ്രോപ്പർ ബോക്സിംഗ് റിങ്ങിന്റെ അകത്താണ് വരുന്നത്. ഫുൾ കോണ്ടാക്ട്, ലോ കിക്ക്, K1 സ്റ്റൈല്. ഇതിനെല്ലാം ബോക്സിംഗ് പഞ്ചസ് ആണ്. കിക്സും സെയിം കിക്കുകളാണ്. പക്ഷെ K1 എന്ന് പറയുന്നതിൽ മാത്രം ഒരു ഡിഫറൻറ്റ് ഉള്ളതെന്ന് പറയുന്നത് അതിൽ സ്പിന്നിങ് ബാക്ക് ഫിസ്റ്റ്, അതായത് നമ്മളുടെ ഫിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. ഇത് 360 ഡിഗ്രി തിരിഞ്ഞിട്ട് നമുക്ക് ആളുടെ ഫേസിലടിക്കാം. പിന്നെ നീ, കാൽമുട്ട് വെച്ചിട്ട് നീ അറ്റാക്കും ഉണ്ട്. ഇനി കോമ്പിനേഷൻ ഓൺലി സിംഗിൾ നീ അറ്റാക്ക്. ഇതാണ് വരുന്നത്. ഞാനിപ്പോൾ നിങ്ങളിങ്ങനെ കൈ കാണിച്ചപ്പോൾ ഒരുപാട് ടാറ്റൂസ് കണ്ടു. സാധാരണ ഈ റെസ്ലിംഗ് നമ്മളിപ്പോൾ റെസ്ലേഴ്സിൻ്റെ പലപ്പോഴും ഉള്ളതാണ് ഈ ടാറ്റൂസ്. ഇപ്പോൾ ഈ ടാറ്റൂസിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിമ്പിൾ വെച്ചിട്ടുള്ള ടാറ്റൂസ് ആണോ? ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. കാരണം ഇതെല്ലാം ട്രൈബൽ ടാറ്റൂസ് ആണ്. ആദ്യം ട്രൈബൽ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ എന്താ പറയുന്നത്, അല്ല നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ മനസ്സിൽ റെസ്ലിംഗ് അല്ലെങ്കിൽ ഈ റെസ്ലിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഈ ബോക്സിംഗ് എന്നുള്ളത് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഈ WWE പോലുള്ള സംഭവങ്ങളാണ് ടി വിയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റോക്കിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെയുള്ള കുറേ ടാറ്റൂസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം ഇവരെല്ലാവരും ഈ റെസ്ലിങ്ങിന്റെ ഭാഗം ഒരിക്കലും ബോക്സിംഗ് ആവത്തില്ല. റെസ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ബോഡി ടു ബോഡി കോണ്ടാക്ട് വരുന്നതാണ്. അപ്പം നമുക്ക് ഇത് ബോക്സിങ്ങും കിക്ക് ബോക്സിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോമ്പാക്ട് സ്പോർട്സിൽ ഫൈറ്റിംഗ് ആണ്, അതായത് ഇടിക്കുന്നതാണ്. മറ്റത് അങ്ങനെയല്ല, എതിരാളിയെ മലത്തി അടിക്കുന്നതാണ്. വ്യത്യാസം ഗുസ്തി അത് സെയിം, അത് തന്നെ റെസ്ലിംഗ് ഗുസ്തി സെയിം തന്നെയാണ്. ഈ പറയും പോലെ റോക്കും ബാക്കി ഹൾക്ക് ഹോഗനും എന്നൊക്കെ വരുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്ക് അത് WWE. നമ്മൾ ഞാൻ കൊച്ചിലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അതിലും വളരെ മോട്ടിവേഷൻ വന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഹൾക്ക് ഹോഗന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ അടുത്താണ് അദ്ദേഹം മരിച്ചത്. ഹൾക്ക് ഹോഗന്റെ കൊച്ചിലെ ഇത് ഹൾക്ക് ഹോഗന്റെയും അണ്ടർടേക്കറും അതുപോലെ തന്നെ ജോൺ സീന അങ്ങനെ പറയുന്ന ആ ഒരു ഈ പറയുന്ന റെസ്ലിംഗിന്റെ ഒരുപാട് ആൾക്കാർ ഉണ്ടല്ലോ. അവരുടെ ഫൈറ്റുകളും കാര്യങ്ങളും ആ ഒരു സമയം എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒക്കെ 5 മണി ടു 6 മണി 10 സ്പോർട്സ്. അല്ലെങ്കിൽ റിപ്പീറ്റും ചില സമയങ്ങളുണ്ട്, അതൊക്കെ ഇരുന്ന് കാണാറുണ്ടായിരുന്നു. WWE ഇപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോഴും അധികം സമയം കിട്ടാറില്ല, കിട്ടുന്ന സമയങ്ങളിൽ ചെയ്യാറുണ്ട്. ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, അപ്പം എങ്ങനെയാണ് ഇതിനകത്തേക്കൊരു കമ്പം വരാൻ തുടങ്ങിയത്? ഞാൻ പണ്ട് മുതലേ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ അത്ലറ്റിക്സ്, ഫിറ്റ്നസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അത്ലറ്റിക്സ് മെയിൻ ആയിരുന്നു. സ്കൂളിൽ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരമാണ്. ഞാൻ 2002 തൊട്ട് ബോക്സിങ്ങിലോട്ട് ആദ്യം പോയി ചേർന്നായിരുന്നു ഒരിടത്ത്. പിന്നെ അവിടെ അത്ര ഇതൊന്നും വന്നില്ല. പിന്നെ 2004 തൊട്ടാണ് ഞാനൊരു ബോക്സിംഗ് കോച്ചിൻ്റെ അണ്ടറിൽ പഠിക്കുന്നത്. എൻ്റെ ബോക്സിംഗ് കോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള തന്നെ പ്രേംനാഥ് സാറാണ്. അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഞാൻ പരിശീലിച്ചതും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളതും. എനിക്ക് യൂണിവേഴ്സിറ്റി ആയിരുന്നാലും സ്റ്റേറ്റ് ആയിരുന്നാലും ഒക്കെ മത്സരിക്കാനുള്ള, നാഷണലൊക്കെ മത്സരിക്കാനുള്ള ഒരു അവസരങ്ങൾ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഈ ഒരു മാർഷൽ ആർട്സിൻ്റെ കോച്ച് എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇവിടെ എത്തുന്നത്. അങ്ങനെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആർമിയിലോട്ട് എനിക്ക് ആർമിയിലായിരുന്നു. ഞാൻ ആർമിയിലായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ 9 വർഷവും 3 മാസവും ആർമിയിൽ സർവീസ് ചെയ്തതാണ്. ഞാൻ പോസ്റ്റിംഗ് സിക്കന്ദരാബാദ് ഉണ്ടായിരുന്നു, ശ്രീനഗർ ഉണ്ടായിരുന്നു, പഞ്ചാബ് ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു.
ആ സമയത്ത് ഈ ആർമി ലൈഫും ഇതുപോലുള്ള ഫൈറ്റിംഗ് മെന്റാലിറ്റിയും ഒക്കെ ഏതാണ്ട് പരസ്പര പൂരകമാണ്. അങ്ങനെ നമുക്ക് കാരണം ആർമിയിൽ ഡിസിപ്ലിൻ കുറച്ച് കൂടുതലാണ്. സെയിം സ്പോർട്സിൻ്റെ അത് എല്ലാ സ്പോർട്സിനും അതിൻ്റെതായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മാർഷൽ ആർട്സ് ആയിരുന്നാലും ശരി, ഒരു ഗെയിം ആയിരുന്നു. കാരണം ഞാൻ BPED MPED പഠിച്ചൊരു വ്യക്തിയാണ്. BSc പഠിച്ചു കഴിഞ്ഞു, മാത്സ് പഠിച്ചു കഴിഞ്ഞു, MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ MSc മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആർമിയിലോട്ട് സെലക്ഷൻ കിട്ടുന്നത്. ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് ഞാൻ ആർമിയിലോട്ട് പോകുന്നത്. ഞാൻ അതിനുശേഷമാണ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ BPED MPED ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ ഡിസിപ്ലിൻ ആയിരുന്നാലും ശരി തന്നെ, നമുക്ക് എന്താ പറയുന്നത്, നമ്മളുടെ ഫോക്കസ്, അതുപോലെ തന്നെ മെൻ്റൽ സ്റ്റെബിലിറ്റി. ഞാൻ കണ്ടിടത്തോളം കാലം നോക്കിയെടുത്തോളം മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് ഒരു ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം സ്പോർട്സ് എന്ന് പറയുന്നത്. സത്യം എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്താ സ്ട്രെസ്സിലിരുന്നാലും ശരി തന്നെ കുറച്ച് സമയം ഒരു പ്രാക്ടീസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ഫിറ്റ്നസ്സുമായിട്ടൊന്ന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ അങ്ങ് മാറും. പിന്നെ അതിനുശേഷം പിന്നെ 1 മണിക്കൂറൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വീണ്ടും അത് വരും അത് വീണ്ടും. പക്ഷെ ആ ഒരു സമയം കിട്ടുന്നത് നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ്. ഒരുപാട് ഗെയിമുകളുണ്ട്. ഇപ്പം നമ്മുടെ സാമ്പ്രദായികമായിട്ട് ഇന്ത്യക്കാരൊക്കെ, അത് പൊതുവെ ഇന്ത്യക്കാരും മലയാളികളൊക്കെ ഫോളോ ചെയ്യാറുള്ളത് ക്രിക്കറ്റ്, ഫുട്ബോൾ പോലുള്ള ഗെയിമുകളാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കിക്ക് ബോക്സിംഗ് എന്നുള്ളൊരു മേഖല തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? കിക്ക് ബോക്സിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2012-ലാണ്. എൻ്റെ കിക്ക് ബോക്സിംഗിലും കോച്ച് എന്ന് പറയുന്നത്, അതായത് മിലിറ്ററി കഴിഞ്ഞതിന് ശേഷം? ഞാൻ മിലിറ്ററിയുടെ ഇടയിൽ തന്നെ, ഞാൻ ആർമി ഓർഡിനൻസ് കോറിലായിരുന്നു. തമിഴ്നാട്ടിലുള്ള സുരേഷ് ബാബു സാർ എന്നും പറഞ്ഞിട്ട് കിക്ക് ബോക്സിങ്ങിൻ്റെ തന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം കോച്ചും, അതുപോലെ തന്നെ അവിടുത്തെ ജനറൽ സെക്രട്ടറി, നമ്മളുടെ ഇന്ത്യയിലെ വാക്കോ ഇന്ത്യ കിക്ക് ബോക്സിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ ട്രഷററുമായിട്ടുള്ള അദ്ദേഹമാണ് എൻ്റെ കിക്ക് ബോക്സിങ്ങിലെ കോച്ച്. അപ്പം അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഞാൻ കിക്ക് ബോക്സിങ് അവിടെ പോയി തമിഴ്നാട് പോയി നിന്ന് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് കൊണ്ട് തന്നെയാണ് ഞാൻ കിക്ക് ബോക്സിങ്ങിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഈ കിക്ക് ബോക്സിംഗ് എന്നുള്ളത് നമുക്കറിയാം ഒളിമ്പിക്സിലൊക്കെ ഉള്ളൊരു ഗെയിമാണ്. പക്ഷെ കിക്ക് ബോക്സിംഗ് ഒളിമ്പിക്സിൽ ഇല്ലാന്ന് തോന്നുന്നു. ഒളിമ്പിക്സിൽ ഇല്ല. 2028 ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നു. 2032 ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ NIA സർട്ടിഫൈഡ് കോച്ചും കൂടിയാണ്. അപ്പോൾ കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സെൽഫ് ഡിഫെൻസും കൂടെയാണ്. പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും ഈ പറയുന്ന ഗെയിം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 7 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിൽ മത്സരിക്കാനും പറ്റും. അങ്ങനെയുള്ള ഒരു ഗെയിമും പിന്നെ പോരാത്തതിന് തന്നെ നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ടാണ്. കൈയും കാലും കൊണ്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഫിറ്റ്നസ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമുള്ള ഒരു സംഗതി. ഫിറ്റ്നസ് ഫ്രീക്കാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് കൂട്ടും, ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് കട്ട് ചെയ്യും. ഇതിനിങ്ങനെ വെയിറ്റിന്റെ ഒരു കാറ്റഗറി ഉണ്ടോ? ഇത്ര ഉണ്ടല്ലേ? അത് ബോക്സിങ്ങിനെ പോലെ തന്നെ ഇതിലും സെയിം വെയിറ്റ് കാറ്റഗറീസ് ഉണ്ട്. 7 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെയുള്ള കാറ്റഗറി ലിസ്റ്റിൽ പെടുന്ന എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള വെയിറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ ഈ കിക്ക് ബോക്സിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പം നമ്മളൊരു മാച്ചിന് പങ്കെടുക്കാൻ പോവുകയാണ്, എതിരാളി അവിടുന്ന് വരികയാണ്, റഫറി വന്നിട്ട് ഫൈറ്റ് എന്ന് പറയുന്നു. അപ്പം ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാവുക? ആസ് എ പ്ലെയർ എന്നുള്ള നിലയിൽ നമ്മുടെ ഇന്ത്യയുടെ ഫൈറ്റിംഗ് സ്റ്റൈലും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യയുടെ ഫൈറ്റിംഗ് സ്റ്റൈലും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം അവർക്ക് നമ്മുടെ ഔട്ട്സൈഡ് ഇന്ത്യക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. ഫൈറ്റിങ്ങിനായിരുന്നാലും ശരി തന്നെ, ട്രെയിനിങ്ങിൻ്റെ സ്റ്റൈൽസിലായിരുന്നാലും ശരി തന്നെ ഒരുപാട് ഭയങ്കര ഡിഫറൻസ് ആണ്. നമ്മൾ ഇവിടെ ഫൈറ്റ് പറഞ്ഞ് 2 മിനിറ്റിൽ നമ്മളുടെ പ്ലെയേഴ്സ് ഇവിടെ സ്റ്റാൻഡ് ചെയ്യുന്നത് പോലെ ഒരിക്കലും പോയിട്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ സ്പീഡ് മെയിൻ അതാണ്. അവര് ത്രോ ചെയ്യുന്ന പഞ്ചസും കിക്സും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയിരുന്നു ആസ് എ റെഫറി അല്ലെങ്കിൽ ആസ് എ ജഡ്ജ് എന്നുള്ള നിലയിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് 2 കണ്ണും എടുത്ത് ആ റിങ്ങിന്റെ അകത്ത് വെച്ചാൽ പോലും ചില പഞ്ചസും കിക്സും ഒക്കെ മിസ്സാവും. അത്രയ്ക്ക് നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തെന്നാൽ മാത്രമാണ് കിട്ടുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ആസ് എ റഫറി ആയിട്ട് പോകുമ്പോഴത്തേക്ക്, ഞാൻ ജഡ്ജായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി കൂടെ വെള്ളം വന്നു. ഏത് രാജ്യത്തായിരുന്നു? ഏത് രാജ്യക്കാർ തമ്മിലുള്ള മത്സരമായിരുന്നു ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റലി ആയിട്ട് ഞാൻ ഇറ്റലി പ്ലെയർ ആയിട്ട് മത്സരിച്ചപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ്, ഞാൻ തമിഴ്നാട് ബേസിലാണ് ഞാൻ ഫസ്റ്റ് കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ക്വാർട്ടർ ഫൈനലിൽ ഓൾറെഡി ഞാൻ ഔട്ടായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള ആ സമയത്ത് ഒരു പ്ലെയർ എന്നുള്ള നിലക്ക് ഈ റിങ്ങിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എങ്ങനെയാണ്?
പ്ലെയർ എന്ന നിലയിൽ ഇടി കൊള്ളേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ അതെ, അത് ഈ പറയുന്ന പോലെ ബോക്സിംഗിലായിരുന്നാലും ഞാൻ ആദ്യം ചെന്ന് നല്ലോണം ഇടി കൊണ്ടതാണ്. നാഷണൽസിന് കളിക്കാൻ അവിടെ പോയിട്ട് ഇന്റർനാഷണൽ കളിക്കാൻ പോകുമ്പോഴത്തേക്കും ഞാൻ ഇടി കൊണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളത്തെ പ്രാക്ടീസും പോലെയൊന്നും ആയിരിക്കും ആ സമയത്ത്. ഞാൻ റോത്തക്കുമായിട്ടാണ്, അതായത് റോത്തക്കിൽ വെച്ചിട്ടൊക്കെയുള്ള മത്സരത്തിലാണ് ഞാൻ പോയത്. അവിടുത്തെ തന്നെ ഹോം ഗ്രൗണ്ടിലുള്ള ആളാണ് എന്നെ വന്നിടിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, നല്ല രീതിയിലുള്ള ഫൈറ്റ് എന്ന് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം നല്ല രീതിയിൽ അവരുടെ പ്രാക്ടീസ് നമുക്കൊന്നും അത്രയ്ക്ക് എന്താ പറയുന്നത്, നമ്മൾ ഇന്ന് പ്രാക്ടീസിന് പോയി കഴിഞ്ഞാൽ 2 ദിവസം പ്രാക്ടീസ് പോകത്തില്ല. ഇപ്പോഴുള്ള കുട്ടികൾ, ഞാനും ആ സമയത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം നമുക്ക് നമ്മളതായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ മാറാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഞാനിപ്പം എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്തായിരുന്നു പറയുന്ന ഒരേ ഒരു കാര്യം, പ്രാക്ടീസ് ഇൻഡിവിജ്വൽ പ്രാക്ടീസ് ആയിരുന്നാലും മസ്റ്റാണ്. കാരണം നമ്മളുടെ സ്റ്റാമിന, നമ്മളുടെ സ്ട്രെങ്ത് നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ നമുക്കൊരു ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നമുക്ക് ആ 2 മിനിറ്റ് 3 റൗണ്ടൊക്കെ നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും. ചിലപ്പം നേരത്തെ എന്ത് ചെയ്തെന്ന് വരും, അതായത് ഒപ്പണന്റിന്റെ ഇടി കൊണ്ട് നമുക്ക് ബ്ലീഡിങ്ങോ കൗണ്ടിങ്ങോ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തീരും. ഒന്നുമില്ല, നമ്മളുടെ കളി മോശമാണെന്നുണ്ടെങ്കിലും നമ്മൾ ചീഫ് റെഫറി ആയിട്ടിരിക്കുന്ന ആൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. RSC, അതായത് റെഫറി സ്റ്റോപ്പ് ദ കോൺടെസ്റ്റ് എന്ന് പറയുമ്പോൾ, ഓക്കെ ഒരാൾക്ക് കളിക്കാൻ പറ്റുന്നില്ല, ഒരാൾ ഭയങ്കരമായിട്ട് കളിക്കുകയും മറ്റൊരാൾക്ക് ഒരു ഇഞ്ചറി കിട്ടും എന്നുള്ള ഭയങ്കര ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. റെഫറി എന്നുള്ള നിലയിൽ നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, റെഫറി നിൽക്കുന്നത് നമ്മളുടെ പ്ലെയേഴ്സിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ബ്ലീഡിങ്ങിന്റെ കാര്യം പറഞ്ഞു, അപ്പൊ അങ്ങനെയുള്ള ഇഞ്ചുറീസിന് ഏറ്റവും സാധ്യതയുള്ള ഒരു ഗെയിമാണിത്. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും കളിക്കാരെന്നുള്ള നിലക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള പഞ്ചസ് ഒക്കെ നേരിട്ടിട്ടുണ്ടോ? എൻ്റെ മൂക്ക് ഓൾറെഡി പൊട്ടിയതാണ്. എപ്പോഴായിരുന്നു ഞാൻ ഇത് റോത്തക്ക് ഇന്റർ യൂണിവേഴ്സിറ്റി കളിക്കുമ്പോഴത്തേക്ക് മൂക്ക് പൊട്ടിയതായിരുന്നു. പക്ഷെ അപ്പം അറിയാൻ പറ്റിയില്ല. അവിടെ നിന്ന് ആ സമയം തണുപ്പായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിയിലാണ് നല്ല പെയിൻ അനുഭവപ്പെട്ടത്. കേരളത്തിൽ അറിയുമ്പോഴത്തേക്ക് ബ്ലീഡിങ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഓൾറെഡി കിക്ക് ബോക്സിങ് കളിക്കുമ്പോഴത്തേക്കും ഓൾറെഡി എനിക്ക് വന്നിട്ടുണ്ട്. ഷോൾഡർ ഇളവ് ചെയ്തതാണ്, ചവിട്ട് കിട്ടിയത്. പിന്നെ അത് ഓക്കെ ആക്കി, അത് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. അത് അക്യുപഞ്ചറും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ട്രെങ്തനിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു റൗണ്ട് നിങ്ങൾ ജയിക്കുന്നു, അപ്പുറത്തെ റൗണ്ട് വേറൊരാൾ ജയിക്കുന്നു, 3rd റൗണ്ട് ഭയങ്കര ആവേശത്തിൽ നിൽക്കുകയാണ്. അപ്പം ഒരു നമ്മളിപ്പോൾ സിനിമയിലൊക്കെ സിനിമാറ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ 3ാമത്തെ റൗണ്ടിൽ തിരിച്ചു വരുന്നു, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതായത് വീണ് കടന്ന ഒരാൾക്കും തിരിച്ചു വരാനുള്ള ഉണ്ട്. ഒരുപാട് നല്ല ഫൈറ്റുകൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് റെഡ് കോർണർ ലീഡ് ചെയ്യുന്നു, 2nd റൗണ്ട് ബ്ലൂ ലീഡ് ചെയ്യുന്നു, 3rd റൗണ്ട് ഒരു പോയിന്റ് വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഒരു പോയിന്റ് എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് ഇതിൽ ജഡ്ജിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നതായിട്ടുള്ള ഗെയിംസ് കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും വളരെ കുറവാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. ഔട്ട്സൈഡ് ഇന്ത്യ ആസ് എൻ ഇന്റർനാഷണൽ റഫറി എന്നുള്ള നിലയിൽ, ഇന്റർനാഷണൽ ജഡ്ജ് എന്നുള്ള ഇരിക്കുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു റഫറി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ പല രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇപ്പം നേരത്തെ ഇറ്റലിയുടെ കേസൊക്കെ പറഞ്ഞു. അപ്പം എന്താണ് ഇന്ത്യക്കാരും അവരും തമ്മിലൊരു വ്യത്യാസം എന്താണ് ഈ ഫൈറ്റിലുള്ളത്? ഇന്ത്യക്കാരും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ, അവർക്ക് പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യം അവരൊരിക്കലും മുടക്കാറില്ല. ഇതിന് വേണ്ടിയിട്ട് അവർ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടോടെ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ട്, അവരുടെ എന്താ പറയുന്നത്, രാജ്യത്തിന്റെ സപ്പോർട്ട് അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നാലും ഒക്കെ അവരുടെ സപ്പോർട്ടാണ് മെയിൻ. ഇപ്പൊ ആർക്കായിരുന്നാലും ശരി തന്നെ. ഇപ്പോൾ ഞാനും ചിന്തിക്കാറുണ്ട്, എന്നെയൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രീതിയിൽ ഞാനും എവിടെയെങ്കിലൊക്കെ എത്തിപ്പെട്ടേനെ എന്നുള്ളത്. ഇപ്പം എത്തിപ്പെട്ടില്ലെന്നല്ല, ദൈവം സഹായിച്ച് ഒരുപാട് അധ്യാപകരുടെ ബ്ലെസ്സിങ്സും ഒക്കെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് ഈ ഒരു നിലയിലെത്തി. അത് വളരെ സന്തോഷമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പറയും പോലെ അവർക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രാക്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് മെയിൻ ജോലി ഉള്ളവർ തന്നെയും ഭയങ്കരമായിട്ട് പ്രാക്ടീസും കാര്യങ്ങളും അത് മാറ്റി വെച്ചിട്ട് വന്ന് ചെയ്യുന്നതാണ്. അതുപോലെ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോക്കസ് മെയിൻ. ഡ്രീം, ഞാൻ ഇപ്പോൾ പറയുന്നതാണ്, ഞാനിപ്പോൾ ഡ്രീം വെച്ചാൽ മുന്നോട്ട് പോകുന്നത്. സത്യം പറയാമല്ലോ, ഞാൻ ഓരോ ഡ്രീം വെച്ചിട്ടാണ് പോകുന്നത്. അത് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ നോക്കിയിട്ട് താങ്ക് യു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഡ്രീം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ആർമിയിൽ നിന്ന് ഞാൻ PRS എടുത്ത് VRS എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കായിരുന്നാലും ഞാനൊരു ഡ്രീം വെച്ചിട്ട് ഇറങ്ങുന്നത്. എനിക്ക് ഇന്നതാവണം, ഇന്നത് നേടണം, ഇന്നടത്ത് എത്തണം എന്നുള്ളത്. അതിൻ്റെ ഓരോ പടിയായിട്ട് ഓരോടത്തും ചവിട്ടി കയറാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. ആസ് എ റഫറി ആയിട്ട് ഒരുപാട് മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്, കോച്ചായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം റഫറി എന്നുള്ള നിലക്ക് ഒരു മാച്ച് നിയന്ത്രിക്കുന്ന സമയത്ത് വിദേശ താരങ്ങളൊക്കെ ഉള്ള ഒരു ഒരുപാട് മാച്ചുകൾ നിയന്ത്രിച്ചിട്ടുണ്ട്.
അപ്പം അങ്ങനെയുള്ള രസകരമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ ആ സമയത്തുള്ള വെല്ലുവിളികൾ ഏതെങ്കിലും നേരിട്ട ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റെഫറി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് മെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലെയേഴ്സിനെ പോലെ നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ട്. മെയിൻ അതാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ നമുക്ക് പഞ്ചോ കിക്കോ നമ്മളുടെ ശരീരത്തിൽ കയറും. റഫറിക്കും കിട്ടാനുള്ള സാധ്യത ചാൻസ് ഉണ്ട്. ദൈവം സഹായിച്ച് ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ചവിട്ട് ഒപ്പണന്റ് ഒഴിഞ്ഞു മാറുമ്പോഴത്തേക്ക് റഫറി ആ സൈഡിൽ കയറുമ്പോഴത്തേക്ക് വയറിൽ കയറിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റഫറി അവിടെ ഇരിക്കുന്നു, സ്റ്റോപ്പ് വിളിക്കുന്നു. സ്റ്റോപ്പ് വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു മത്സരിക്കത്തില്ല. സ്റ്റോപ്പ് വിളിച്ച് കഴിഞ്ഞിട്ടും ആ ഒരു ഫീൽഡ് മത്സരിച്ച് പിന്നെയും തുടർന്ന് അത് നമ്മൾ പറയില്ല ഭയങ്കരമായിട്ട് മത്സരിക്കുന്ന ചില ഇത് കാണാം. അപ്പം നമ്മൾ അതിനനുസരിച്ച് അവരുടെ ഇടയിൽ സ്റ്റോപ്പ് മെയിൻ എന്ന് പറയുമ്പോൾ റഫറിക്ക് നമ്മളുടെ വോയിസ് ആണ്, നമ്മളുടെ സൗണ്ടാണ്. നമ്മളുടെ സൗണ്ട് നമ്മൾ സ്റ്റോപ്പ് പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അനുസരിക്കത്തില്ല. നമ്മൾ പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അനുസരിക്കും. ആ ഫീലിൽ തന്നെ നമ്മൾ പറയണം. പിടിച്ചു മാറ്റമൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും? ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില ഫൈറ്റ് ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഫൈറ്റുകൾ കാണും. ആ സമയത്ത് നമുക്ക് പിടിച്ച് മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള ഏതെങ്കിലും ഫൈറ്റ് ഓർമ്മയിലുണ്ടോ അങ്ങനെ നിയന്ത്രിച്ച ഫൈറ്റ്? അങ്ങനെ ഓൾറെഡി ബുൾഗേറിയ, ഇസ്രായേൽ അവരൊക്കെ തമ്മിലുള്ള മത്സരങ്ങൾ, അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ, അവർ ഇപ്പം ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും നമ്പർ 1 രാജ്യം ഏതാണ് കിക്ക് ബോക്സിംഗില്? കിക്ക് ബോക്സിംഗിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ബുൾഗേറിയ, ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ ഇറ്റലി, അതുപോലുള്ള രാജ്യങ്ങൾ ഇപ്പം എല്ലാം പല പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട്. നമുക്ക് ഇന്ന് അതുപോലെ അസർബൈജാൻ അവരൊക്കെ ഭയങ്കര അവിടെ നിന്നുള്ള ഫൈറ്റേഴ്സ് ഒക്കെ ഭയങ്കര നല്ല ഫൈറ്റേഴ്സ്. ഇപ്പൊ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഫൈറ്റിന്റെ ആ ഒരു രംഗം പറയാവോ? അസർബൈജാനും ഓൾറെഡി ഇസ്രായേലും തമ്മിലുള്ള മത്സരം നിയന്ത്രിക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല ഫൈറ്റാണ്. അതുപോലെ തന്നെ ഞാൻ വേൾഡ് കോമ്പാറ്റ് ഗെയിംസ് എനിക്ക് നിയന്ത്രിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ലോകത്തു നിന്നുള്ള 9 റെഫറീസ് സെലക്ട് ചെയ്തതിൽ ഒരു റെഫറി ഞാനായിരുന്നു. അതുപോലെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് എ റെഫറി എന്നുള്ള നിലയിൽ. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ട് പോകുന്നത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫൈറ്റേഴ്സ് നിയന്ത്രിക്കാനുള്ള അവസരം കിട്ടി. ആ സംഭവങ്ങൾ അന്ന് എന്തെങ്കിലും ആ ഫൈറ്റിന്റെ സ്പെഷ്യാലിറ്റി, ഇപ്പോൾ ഏതെങ്കിലും ഒരു താരത്തിന്റെ ഒരു മൂവ്മെന്റ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ആ ഫൈറ്റ് ചിലപ്പോൾ നിങ്ങൾ ഫൈറ്റിന്റെ ആവേശത്തിനിടക്ക് നിങ്ങൾ പിന്നെ സ്റ്റോപ്പ് പറഞ്ഞത് കേൾക്കാതെ അവർ പിന്നെയും ഫൈറ്റ് ചെയ്തു, നിയന്ത്രിക്കേണ്ടി വന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ? ഓർമ്മയില്ല. കിക്ക് ബോക്സിംഗ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൽ പെനാൽറ്റിയും വാർണിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ സീനിയർ ഫൈറ്റേഴ്സ് ഒരിക്കലും അവരും പെനാൽറ്റി വാങ്ങിക്കാൻ ഒരിക്കലും നിൽക്കത്തില്ല. പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണ് സ്റ്റോപ്പ് നമ്മൾ പറഞ്ഞിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വാർണിംഗ് വരും. അങ്ങനെ വാർണിംഗ് കൊടുത്ത ഏത് കളിയാണ്? കാരണം എനിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ ഒരു മത്സരത്തില് അതെന്താ ഓർമ്മിക്കാനുള്ള കാരണം എന്താണ്? കാരണം നല്ലൊരു ഫൈറ്റർ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് അത് ഇറങ്ങിയതിനു ശേഷം ഞാൻ കേട്ടില്ല എന്ന് എൻ്റെ അടുത്ത് വന്ന് സിംഗോ പറഞ്ഞായിരുന്നു. കാരണം ചില ഫൈറ്റേഴ്സ് നമ്മൾ തന്നെ റെഫറി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, കൊള്ളാം, നല്ല കളിയായിരുന്നു എന്നുള്ളത്. അപ്പോഴത്തേക്ക് ആദ്യത്തെ എനിക്ക് തോന്നുന്നു അത് ഫൈനൽ മത്സരമായിരുന്നു. ഫൈനൽ മത്സരത്തിലാണ് അങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കേണ്ടി വന്നത്. കളിക്കാരനായിരുന്നു, കോച്ചായിട്ടുണ്ട്, റെഫറി ആയിട്ടും വന്നു. റെഫറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ക്രിക്കറ്റിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കളിക്കാരനായി മാറിയ ഒരു താരം പിന്നീട് അമ്പയറായി മാറുന്നു. ഇപ്പം നമ്മുടെ അനന്ത് പത്മനാഭൻ മലയാളി താരം, അതുപോലെ കുമാർ ധർമ്മസേന പോലുള്ള അമ്പയേഴ്സായി മാറിയ ചരിത്രമുണ്ട്. അപ്പം ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, കളിക്കാരൻ എന്നുള്ള നിലയിൽ നിന്നും റഫറി ആയപ്പോൾ ഒരു ട്രാൻസിഷൻ ഒക്കെ എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്? കളിക്കാരൻ എന്ന നിലയിലായിരുന്നാലും കോച്ച് എന്നുള്ള നിലയിലും റഫറിന്നും വ്യത്യാസം ഇത്രയേ ഉള്ളൂ. കാരണം കോച്ച് നമുക്ക് ഭയങ്കര നമ്മളുടെ പ്ലെയർ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റുഡന്റ് ജയിക്കണം, വിൻ ചെയ്യണം എന്നുള്ളത്. റഫറി ആയപ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കളികൾ കാണാൻ പറ്റി, ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റി. നമുക്കത് പറഞ്ഞു കൊടുക്കാം നമ്മളുടെ കുട്ടികൾക്ക്, ഇങ്ങനെ ചെയ്യണം, ഈ മൂമെന്റ്സ് ചെയ്യുക, ഈ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ. ഇപ്പോൾ ഞാൻ ഒരുപാട് മത്സരങ്ങൾ ഞാൻ വീക്ഷിക്കാറുള്ള ഒരു വ്യക്തിയാണ്. അതിൽ എനിക്ക് കിട്ടുന്നത് വെച്ചാൽ ചെറിയ കുട്ടികളുടെ ചില മൂമെന്റ്സ് ഉണ്ട്. നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഓക്കെ നമ്മളുടെ സ്റ്റുഡൻസിനെ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ, അല്ലെങ്കിൽ ശകലം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് അങ്ങനെ മാറുക എന്നൊക്കെ ഉള്ളത് പറയാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് പറയാറുണ്ട് ഈ കളി കൊള്ളായിരുന്നല്ലോ. അതുപോലെ തന്നെ നല്ല കളിക്കുന്ന ആൾക്കാർ കളി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നാഷണൽ ആയിരുന്നാലും കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കളി, നല്ലോണം കളിച്ചു എന്നുള്ളത് പറയാറുണ്ട്. ഞാൻ ഓൾറെഡി നാഷണൽ ചീഫ് റെഫറിയും കൂടിയാണ്. ഞാൻ റെഫറീസിന്റെ കംപ്ലീറ്റ് ചീഫായിരിക്കും. അപ്പോഴത്തേക്ക് എനിക്ക് എല്ലാ മത്സരവും എനിക്ക് വീക്ഷിക്കാനുള്ള അവസരം, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ മത്സരവും കാണാറുണ്ട്. എല്ലാ മത്സരം കാണുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ബോക്സിംഗ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് അലി പോലുള്ള ലെജൻസ് നമുക്കറിയാം, മൈക്ക് ടൈസൺ അല്ലെങ്കിൽ
അങ്ങനെയുള്ള ഒരുപാട് പേര്, അവരുടെയൊക്കെ റെസ്ലിംഗ് ശ്രദ്ധിക്കാറുണ്ടോ? അവരുടെയൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോസ് കാണാറുണ്ട്. മുഹമ്മദ് അലിയുടെ ഒക്കെ കാണാറുണ്ട്. മുഹമ്മദ് അലിയുടെ കാണാറുണ്ട്. അതുപോലെ തന്നെ മൈക്ക് ടൈസന്റെ ഒക്കെ ഞാൻ അവരുടെയൊക്കെ പ്രാക്ടീസ് വീഡിയോസ് ഇപ്പൊ ഒട്ടുമിക്ക എല്ലാം ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അത് കാണാം. അവരുടെ സ്പെഷ്യൽ പഞ്ചസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ പഞ്ചസ്, അതുപോലെ തന്നെ ആ വെയിറ്റ് ഇട്ട് ഇടിക്കുന്നത്. മുഹമ്മദ് അലിയുടെ ഏത് പഞ്ചായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഏത് മാച്ച് ആയിരിക്കും? മൂവ്മെന്റ്സ്, ഹെഡ് മൂവ്മെന്റോട് കൂടി മുന്നോട്ട് കയറി പോയി ഇടിക്കുന്ന അതൊക്കെ ഭയങ്കരമായിട്ടുള്ള തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതേപോലെ ചെയ്യുക, സ്ട്രേറ്റ് നോക്കി ചെയ്യുക, ഫോക്കസ് നോക്കി, കണ്ണിൽ നോക്കി, ഒപ്പണന്റെ കണ്ണിൽ നോക്കി ചെയ്യുക. നമുക്ക് ഭയം ഉണ്ടെന്ന് അവരറിയേണ്ട ആവശ്യമില്ല, ഉണ്ടെങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് കയറി ചെയ്യുക എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ കാരണം ഇപ്പോഴുള്ള കുട്ടികൾ എപ്പോഴും അവർ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതാണ്. കൊച്ചു കുട്ടികളോട്ട് വലിയ ആൾക്കാർ വരെയും ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇതേപോലുള്ള വീഡിയോസ് കാണുക. പിന്നെയുള്ളത് ഒരുപാട് ഇതുപോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ബോക്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ. ഇപ്പം മേരി കോമൊക്കെയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ കാണാറുണ്ട്. ഏതാണ് ഇഷ്ടപ്പെട്ട സ്പോർട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഈ ബോക്സിംഗ് റിലേറ്റഡ് സിനിമകൾ ഏതൊക്കെയാണ്? മേരി കോമിന്റെ ഫിലിം ഇഷ്ടമാണ്. എന്തുകൊണ്ട് മേരി കോം? കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ഫീമെയിൽ ആയിട്ടും എന്താ പറയുന്നത്, ഇത്രയും വർഷമായിട്ടും നിൽക്കുന്ന ഒരു മാമാണ്. കാരണം എന്താ പറയുന്നത്, കുട്ടികൾ എനിക്ക് തോന്നുന്നു 3-4 കുട്ടികൾക്ക് ശേഷവും മാം ഓൾറെഡി വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് അടിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഡെഡിക്കേറ്റഡും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു ബഹുമാനമാണ് സത്യം പറഞ്ഞാൽ. മോട്ടിവേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലായിരുന്നാലും ശരി തന്നെ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരാളുണ്ട്, KC ലാഗ മാം. മാമിനും ഭയങ്കര കാര്യമാണ്. മാം വളരെ മോട്ടിവേഷനാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് മാം സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഒരു കിക്ക് ബോക്സർ ആയിട്ട് ഇന്ത്യയിൽ പ്രതിനിധീകരിക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കുട്ടി എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇപ്പം മറ്റ് ഗെയിമിൽ നോക്കുമ്പോൾ അണ്ടർ 14 അണ്ടർ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാറ്റഗറി വരുന്നുണ്ട്, ജൂനിയർ സീനിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾ ഈ ഒരു കിക്ക് ബോക്സിങ്ങിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി എന്താണ് ചെയ്യേണ്ടത്? സെയിം കിക്ക് ബോക്സിംഗിലും കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് ഏത് കാറ്റഗറിയിലാണോ, അതുപോലെ തന്നെ ഇവന്റ്സ് ഞാൻ പറഞ്ഞല്ലോ 7 ഡിസിപ്ലിൻ ഉണ്ട്. അതിൽ ഏതാണോ ഡിസിപ്ലിൻ ഉള്ളത് നമ്മളായിട്ട് സെലക്ട് ചെയ്യുക, അത് പ്രാക്ടീസ് നല്ലവണ്ണം ചെയ്യുക. നല്ലവണ്ണം എന്ന് വെച്ചാൽ 1 മാസമോ 2 മാസമോ എടുത്ത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇന്റർനാഷണൽ ഒന്നും പോകാൻ പറ്റത്തില്ല. കുറഞ്ഞത് 1 വർഷത്തെങ്കിലും ട്രെയിനിങ് എടുത്ത് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മത്സരം മത്സരിക്കണം, സ്റ്റേറ്റ് മത്സരിക്കണം. മത്സരിച്ചാൽ മാത്രം പോരാ, അതിൽ മെഡലും അടിക്കണം, ഗോൾഡ് അടിക്കുക. അതിനുശേഷം നാഷണലിൽ മത്സരിച്ച് ഗോൾഡ് അടിക്കണം. അതുപോലെ ട്രെയിനിങ് ക്യാമ്പ് സ്റ്റേറ്റിൻ്റെയും നാഷണലിൻ്റെയും ട്രെയിനിങ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മളുടെ പെർഫോമൻസ് അവർ വിലയിരുത്തി നമുക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കാണിക്കുമ്പോഴത്തേക്ക്, സ്റ്റേറ്റ് റെക്കമെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നാഷണലിൽ എന്ത് ചെയ്യും, നമ്മളെ ഇന്റർനാഷണലിന് വേണ്ടിയിട്ട് അവർ സെലക്ഷന് വേണ്ടിയിട്ട് അവർ വിളിക്കും. അങ്ങനെയാണ് ഇതൊരു പ്രോസസ്. പ്രധാനമായിട്ടും കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോൾ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നേരത്തെ പറഞ്ഞത്. അപ്പം സെൽഫ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ ഒരാൾ നമ്മൾ ആക്രമിക്കാൻ വരുന്നു, നമ്മൾ ഇതുപോലെ ഈ കിക്ക് ബോക്സിങ് രീതിയിൽ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നു, ഫൈറ്റാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ഈ നമ്മൾ പഠിച്ച ഈ കിക്ക് ബോക്സിങ് ജീവിതത്തിൽ ഇതുപോലുള്ളൊരു സെൽഫ് ഡിഫെൻസിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ? ബീങ് എ സോൾജിയർ ആയിരുന്നു. ദൈവം സഹായിച്ച അധികം ഒന്നും വന്നിട്ടില്ല. ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് ഓക്കെ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കുട്ടികളാണ്, അതായത് നമ്മളുടെ കൂടെ പോകുന്ന ടീമിന് ആരെങ്കിലും ഔട്ട്സൈഡ് കേരളത്തിലുള്ള വ്യക്തികൾ ആരെങ്കിലും ജസ്റ്റ് അറിയാലോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ജസ്റ്റ് തട്ടേ മുട്ടയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് 1-2 കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ആ സംഭവം ഓർമ്മയുണ്ട്. ഓക്കെ. അപ്പോൾ അവസാനമായിട്ട് ഈ കിക്ക് ബോക്സിങ്ങിൽ ഏതെങ്കിലും ആരാധന പാത്രങ്ങളുണ്ടോ? കിക്ക് ബോക്സിങ്ങിൽ ഇപ്പം ഇയാളെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആസ് എ പ്ലെയർ എന്നുള്ള നിലയിൽ സത്യം പറഞ്ഞത് ഞാൻ അധികം ഒരു നാഷണൽസോടുകൂടി ഞാൻ നിർത്തിയായിരുന്നു. കാരണം എൻ്റെ കൈ ഷോൾഡർ പോയതിനു ശേഷം ഞാനില്ല. പക്ഷേ ഞാൻ കോച്ച് എന്ന നിലയിലും ഞാൻ ഒരു ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് പോയി. അതിനുശേഷം ഞാൻ ചേഞ്ച് ചെയ്തു, എൻ്റെ ഇത് റഫറിയിലോട്ട് ഞാൻ മാറ്റിയായിരുന്നു. റഫറിയിൽ ആണെങ്കിൽ തന്നെയും നമ്മളുടെ വേൾഡ് റഫറി കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ട്, യൂറി ലെക്തിക്കോ എന്ന് പറഞ്ഞിട്ട്, ഇസ്റ്റോണിയ. അദ്ദേഹമാണ് ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേസ്നെസ്, അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. എന്താ പുള്ളിയുടെ പ്രത്യേകത? എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് വെച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് പോലും വിചാരിക്കാൻ പറ്റാത്ത ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ ഉള്ളിൽ റെസ്പോണ്ട് ചെയ്യും. അത് പക്ഷേ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അദ്ദേഹമാണ്
റഫറി കമ്മിറ്റി, പുള്ളിയാണ് ഈ ഒരു മേഖലയിൽ അധികമായത്. അതെ, ചെയർമാൻ. അദ്ദേഹം ഓൾറെഡി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, 7-8 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഇരിക്കുന്നത് 2017 മഹാരാഷ്ട്ര ലോണാവാലയിൽ വെച്ച് ഇന്റർനാഷണൽ സെമിനാർ നടന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ അവസരം കിട്ടിയത് അപ്പോഴാണ്. പുള്ളി ഏത് രാജ്യം? ഹിസ്റ്റോണിയ എന്നുള്ള രാജ്യക്കാരാണ്. ഓക്കെ. നമ്മളിപ്പം റഫറി കൊളീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഐക്കൺ പ്ലെയർ, അതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിക്ക് ബോക്സിംഗിലെ റിംഗ് സ്പോർട്സിൽ റഫറീസിനെ ആക്യുറേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിന് അണ്ടറിൽ കമ്മിറ്റിയിൽ, റഫറി കമ്മിറ്റിയിൽ ഒരു മെമ്പറും കൂടിയാണ് ഞാൻ. കാരണം ലോകത്ത് 9 പേരെ സെലക്ട് ചെയ്തതിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ റഫറി, അവസാനമായിട്ട് ഈ റഫറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, പിന്നെ ഈ റഫറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ റഫറി ആയി നിന്ന സമയത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു സ്റ്റൈല് കീപ്പ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ അദ്ദേഹത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ യൂറി സാറിന്റെ സ്റ്റൈല്. എന്താണ് സ്റ്റൈല്? കാരണം നടക്കുന്ന വാക്കിംഗ് സ്റ്റൈല്, നമ്മൾ നോക്കുന്നത് കറക്റ്റ്, നമ്മളുടെ ഹാൻഡ്സ് ഒക്കെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊന്നുമല്ല. ആ ഒരു അദ്ദേഹം പറയുന്ന ഒരു സ്റ്റൈലുണ്ട്, സാമുറായി സോഡ് എടുത്ത് വെട്ടു എന്ന് പറയും. ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റോപ്പും ഫൈറ്റും പറയാൻ വേണ്ടിയിട്ട്. അതൊക്കെ അതേപോലെ കീപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫൈറ്റ് അവസാനിക്കുന്ന രണ്ടുപേര് ഒരാളെ കൈ ഉയർത്തിയിട്ട് അങ്ങനെ തന്നെ ആയിരിക്കില്ല ഇതിന്റെ വിജയം? ആ സ്റ്റൈലൊക്കെ എങ്ങനെയാണ്? അത് ഫൈറ്റ് കഴിയുന്നു, സ്റ്റോപ്പ്, ടൈം, ബാക്ക് ടു കോർണർ, ഇതാണ് കാണിക്കുന്നത്. അതിനുശേഷം റിസൾട്ട് പറയാൻ നേരത്ത് ഫൈറ്റേഴ്സ് രണ്ടുപേരെ വരുന്നു, റെഡ് ഇവിടെ, ബ്ലൂ ഇവിടെ. അപ്പൊ അവിടെ നിന്ന് ഡിക്ലെയർ ചെയ്യുന്നു. റെഡ് ബ്ലൂ രണ്ട് കളർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, വേറെ മറ്റു കളർ ഉപയോഗിക്കാൻ പാടില്ല. റെഡും ബ്ലൂവും. അതിന് റെഡും ബ്ലൂവും കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടോസിങ് അങ്ങനെ എന്തോ ഉണ്ടോ? അത് ഓൾറെഡി ഇതാണ്, നമ്മളുടെ നാഷണൽസ് ആയിരുന്നാലും ഇന്റർനാഷണൽ ആയിരുന്നാലും എല്ലാം ഓൺലൈനാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രോ ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ് ആണ്. അപ്പോൾ സ്റ്റോപ്പ് പറയുന്നു, അവർ വരുന്നു, ഡിക്ലെയർ ചെയ്യാൻ നേരത്ത് ദ വിന്നർ ഈസ് ബ്ലൂ കോർണർ, ഹാൻഡ് റൈസ് ചെയ്യുന്നു. എത്ര ജഡ്ജസ് ഉണ്ടാവും ഒരു മാച്ചിൽ? 3 പേര്. 3 ജഡ്ജസ്, ജഡ്ജ് 1, ജഡ്ജ് 2 ആൻഡ് ജഡ്ജ് 3, പിന്നെ സെന്റർ റഫറി. ഓക്കെ. അപ്പോൾ ഫാമിലി? വൈഫ് വിനിത VS എന്നാണ് പേര്, ഹയർ സെക്കൻഡറി തിരുവനന്തപുരത്താണ്, ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അതുപോലെ തന്നെ 2 മക്കള്. മോന്റെ പേര് വിശ്വജിത്ത്, 7ാം ക്ലാസ്സിലാണ്. മക്കൾ ആരെങ്കിലും ഇതിനകത്തേക്ക് ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? മോൻ ഓൾറെഡി ഒരു നാഷണൽസ്, പൂനെ നാഷണൽസ് മത്സരിച്ചിട്ടുണ്ട്, ഗോൾഡ് കിട്ടിയിട്ടുണ്ട് പോയിന്റ് ഫൈറ്റിൽ. അതിനുശേഷം അവനൊരു കിക്ക് ബോക്സിംഗ്, പിന്നെ അവന് അന്നൊരു വയറിന് കിട്ടിയതിനു ശേഷം അവന് പിന്നെ വന്നിട്ടില്ല. മോള് വിയോമി, അവള് UKG-ലാണ്. ഓക്കെ. അപ്പോൾ ഏതായാലും ഇതുപോലെ സംസാരിക്കാൻ സാധിച്ചാലും പരിചയപ്പെടാൻ സാധിച്ചാലും സന്തോഷമുണ്ട്. അപ്പം അടുത്ത ഒളിമ്പിക്സിൽ ഒരു പക്ഷേ കിക്ക് ബോക്സിംഗ് 2028 വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. 2028 ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു, വീണ്ടും അപ്രോച്ച് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ 32 എന്തായാലും ഉണ്ട്. അപ്പോൾ 2032 ഒളിമ്പിക്സിൽ ഒരു റഫറിയായി ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ പ്രതിനിധാനം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഈ ഒരു അവസരത്തിന് വളരെ നന്ദിയുണ്ട് എനിക്ക്, റിപ്പോർട്ടർ ചാനലിനോടും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ആൾക്കാരോടും. അതുപോലെ തന്നെ ഈ ഒരു എൻ്റെയും മെയിനായിട്ട് എന്താ പറയുന്നത്, കിക്ക് ബോക്സിൽ നിൽക്കുന്നതും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഡ്രീം ഉണ്ടെന്നുള്ളത്. അതും സെയിം എല്ലാവരെയും പോലെ തന്നെ ഒളിമ്പിക്സിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി പ്രതിനിധാനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. ഒളിമ്പിക്സിൽ റഫറി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ പരിശീലിപ്പിച്ച ഒരാളെങ്കിലും ഒളിമ്പിക്സിൽ കേരളത്തിൽ നിന്നെങ്കിലും, ഇപ്പോൾ കേരളത്തിന്റെ ഇൻചാർജ് എന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്നെങ്കിലും ഒരാൾ ആ ഒരു പോഡിയത്തിൽ പോകണം എന്നുള്ള വളരെ ആഗ്രഹത്തിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, സ്വപ്നങ്ങൾ നടക്കട്ടെ. താങ്ക് യു.